ഈ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും കെ സിയുടെയും ആർ ഡിയുടെയും ബി സിയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് പ്രകടനവും ഫ്ലക്സ് കീറലും അടിയും നടന്നപ്പോൾ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. CPM-ന്റെ കമ്മിറ്റികളിൽ ചർച്ച നടന്നു എന്നും പറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ സന്തോഷിച്ചോളൂ. തിരിച്ചു വരുമെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി രാഷ്ട്രീയ പ്രസംഗത്തിൽ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇതിലും വലിയ തോൽവിയിൽ തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ വിചാരിച്ച ഈ തോൽവിയോടുകൂടി CPM ഇല്ലാതായി, ഇടതുപക്ഷം ഇല്ലാതായി, എന്നാൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഭരിക്കാമല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി ഈ കേരളത്തിലുള്ള എല്ലാ ഗതകാല നേട്ടങ്ങളെയും സംരക്ഷിക്കുന്ന മുന്നണിയായി ഏതെങ്കിലും തരത്തിൽ അവയെ തകർക്കുന്ന ഇടപെടൽ വന്നാൽ അതിശക്തമായിട്ട് ഇടപെടുന്ന, എന്നാൽ നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളോട് പിന്തുണയ്ക്കുന്ന, ഒരു തരത്തിലും കോടതിയിൽ പോയി ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിക് അടി വാങ്ങിക്കാത്ത മുന്നണിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് എന്തും പറയാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ മര്യാദ കിട്ടുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല. ശരി, ശ്രീകുമാർ കേട്ടില്ല. ശ്രീമതി മാധു, വാടാനപ്പള്ളിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചത് ആരാ? വാടാനപ്പള്ളിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച CPM KC വേണുഗോപാലിന് വേണ്ടിയിട്ട്. അല്ല, കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരുപാട് പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ അവസാനിച്ചിട്ട് മാധു 21-അംഗ മന്ത്രിസഭ ഇന്നലെ അധികാരമേറ്റ് വളരെയധികം ജനക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം ഇടുത്തി പോരായവർക്ക് ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാൻ പറ്റും? BD സതീശനാണ് മുഖ്യമന്ത്രിയായി വന്നത്. ഓരോ കാര്യത്തിലും തീരുമാനം ഉണ്ടാവും. ഒന്നും മറന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ആ മറക്കണമെന്ന ഇവരുടെ ആവശ്യമായിരുന്നു. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു, ചിലതൊക്കെ മറന്നു പോയിരുന്നു. ഒന്നും മറന്നിട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ന്യൂജൻ, അതായത് ഇന്നലത്തെ സതീശൻ്റെ ചിരി കണ്ടോ? അതായത് ഈ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊരു യുവ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ചിരി കണ്ടോ? ആ ചിരി ലോകത്തിലെ കേരളീയരായ ലോകത്തുള്ള എല്ലാ കുട്ടികളും യുവാക്കളും ഏറ്റെടുത്ത ചിരിയാ. കുറച്ച് ബുദ്ധിമുട്ടും നിങ്ങൾ 5 വർഷം ഈ പാർട്ടി കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടും. 2 ഗ്രൂപ്പായി വരണം CPM, എന്നാൽ CPM നന്നാവും. ഒന്ന്, പഴയ കാലത്തെ VS പിണറായി ഗ്രൂപ്പ് വരെ 2 ഗ്രൂപ്പ് വന്നാൽ നിങ്ങൾ നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധോഗതിയാണ്. ത്രിപുര, ബംഗാൾ, ശേഷം കേരളം എന്ന കോൺഗ്രസിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ ദുർഗതി എനിക്കത് കാണാൻ ഇഷ്ടമല്ല.